ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്നേ നോക്കാൻ പോകുന്നത് നമ്മുടെ സാംസങ് S24 കാര്യമാണ്. അപ്പോൾ നമുക്കറിയായിരിക്കും ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സാംസങ് S24 40,000 രൂപീസിന്, അതായത് സ്നാപ്ഡ്രാഗൺ Gen 3 പ്രൊസസ്സറായിട്ട് വരുന്ന നമ്മുടെ S24 സെയിൽസിലുണ്ട്. നമ്മുടെ ആ ഫ്ലിപ്കാർട്ടിൻ്റെ ലാസ്റ്റ് സെയിൽസിന് വന്ന സാധനമാണ്. അത് ഇപ്പോഴും ഉണ്ട്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ചെറിയൊരു പ്രൈസ് ഹൈക്ക്, അതായത് സ്റ്റാർട്ടിങ് 128GB 8GB വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് 42,999 ആണ്. പക്ഷെ നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ഈ 2026 ഈ സാംസങ് S24 വാങ്ങിക്കണോ? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സാംസങ് S24 എന്ന് പറയുമ്പോൾ ഒരു കോമ്പാക്ട് ഫോണാണ്. നമുക്ക് നമ്മുടെ പിക്സലിലൊക്കെ റേഞ്ചിൽ വരുന്നൊരു കോമ്പാക്ട് ഫോണാണ്. 6.2 ഇഞ്ചോ സംതിങ് ആണ് അതിന് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. 4000 mAh ബാറ്ററി മാത്രമുള്ള 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ S25 വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് S25 ഉണ്ട്, ഇപ്പം S26 ഇറങ്ങാൻ പോകുന്നുണ്ട്, അടുത്ത മാസം ഇറങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ ഈ 2024 S24 വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് S24. പ്രത്യേകിച്ച് എന്താ, നമുക്ക് ഇപ്പോൾ ഈ 2026 ഇനി നമുക്കൊരു വാല്യൂ ഫോർ മണി ഫോൺ എന്ന സാധനം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എസ്പെഷ്യലി 50,000 റേഞ്ചിൽ നമുക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ ലോഞ്ച് ആയില്ല. ഒരു V70 എന്നൊരു വിവോൻ്റെ 50,000 രൂപയ്ക്കുള്ള ഫോണും ഇല്ല. എന്നിട്ടും നിങ്ങൾക്ക് Vivo X200 FE വാങ്ങിക്കാം. അതാവുമ്പോൾ വിവോക്കാർ പക്ഷേ പഴയ മോഡൽസ് വാങ്ങിക്കാൻ കിട്ടില്ല, ഇവിടെ നിർത്തുമ്പോൾ. അപ്പോൾ സാംസങ്ങിൻ്റെയോ ആപ്പിളിൻ്റെയോ പോലെ അല്ല, പഴയ മോഡൽ പിന്നെ വാങ്ങിക്കാൻ കിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് Vivo X300 Pro ഇറങ്ങിയപ്പോൾ അവർ X200 Pro നിർത്തി. എന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല, സ്ലൈഡ് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കമ്പാരിസൺ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ X300 Pro. അതിന് പക്ഷേ പ്രൈസ് കൂടിക്കുന്നത് 15,000 രൂപയ്ക്കാണ് കൂടിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ കാട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ റാമിനും SSDക്ക് എല്ലാത്തിനും പ്രൈസ് കൂടി സ്ഥിതിക്ക് ഇനിയിപ്പോൾ എല്ലാ ഫോണുകളും പ്രൈസ് കൂടിയിട്ടാണ് 2026 വരാൻ പോകുന്നത്. അപ്പോൾ 40,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S24 ഇപ്പോഴും വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇവരുടെ എൻട്രി ലെവൽ ഫോൺ ഉണ്ടല്ലോ, അതായത് 128GB വേരിയന്റ് സ്കിപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ 125GB ഒന്നും 2026 ഒരു കാര്യമില്ല. മിനിമം 256GB എങ്കിലും വേണം. അപ്പോൾ അതിൻ്റെ 256GB പ്രൈസ് വരുന്നത് 47,999 ആണ്. കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 45 രൂപ കിട്ടും. എന്നാലും 45 രൂപയ്ക്ക് ആയാലും വലിയ മോശമില്ലാത്ത ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് 50,000 റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോണുണ്ട്, പിന്നെ ഇതല്ല നമ്മുടെ S24 ഉണ്ട്, പിന്നെ നമ്മുടെ നത്തിങ് ഫോൺ 3 കിട്ടും. ഓൾമോസ്റ്റ് ഇപ്പോൾ അതിന് 50,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 256GB വരുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വരെ നമുക്കൊരു ആക്സിസ് ബാങ്കിന് കാർഡ് ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു, ഒരു 10,000 രൂപ വരെ 40,000 രൂപ കിട്ടിയത്. പക്ഷെ അത് മിക്കവാറും ഞാൻ ഓഫർ വരാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ ഒരു 4A അടുത്ത ആഴ്ച ഇറങ്ങുമല്ലോ, അടുത്ത മാസം ഇറങ്ങും. എന്ന് വെച്ചാൽ 4A സീരീസിന് എന്തായാലും ഒരു 35 റേഞ്ചിൽ വരും. 4A പ്രോവിന് 40-42 റേഞ്ചിൽ വരും. എന്ന് വെച്ചാൽ പ്രൈസ് ഹൈക്ക് വരും, ഉറപ്പാണ്. കഴിഞ്ഞ വർഷത്തിൽ 36 റേഞ്ചിലായിരുന്നു 3A Pro ഇറങ്ങിയിരുന്നത്. ഈ പ്രാവശ്യം എന്തായാലും അത് 40-43 ആ റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ഇനി നത്തിങ് ഫോൺ 3 40,000 രൂപയ്ക്ക് കിട്ടില്ല. ആ ഓഫർ മിക്കവരും എടുത്താലും 50,000 രൂപയ്ക്കായിരിക്കും ഒരു ഓഫർ എടുക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ 30,000 രൂപ വൗച്ചർ ഉണ്ട് Amazon ഫ്ലിപ്കാർട്ടിൽ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി, ഞാനത് എൻ്റെ കാർട്ടിൽ കുറച്ച് കാലമായിട്ട് എടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് നോക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇവിടെ. ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇപ്പോൾ 30,000 രൂപ വൗച്ചറടക്കം സ്റ്റാർട്ടിങ് 12GB 256GB വേരിയന്റ് പ്രൈസ് വരുന്നത് 50,155 രൂപയാണ്. 50,000 രൂപയ്ക്ക് ഈ ഫോൺ വലിയ മോശമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. നത്തിങ് ഫോൺ 3 8S Gen 4 ആണ് വരുന്നത്. 3 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ S24 വലിയ മോശമില്ലാത്തതാണ്. 45 രൂപയ്ക്ക് 256GB വേരിയന്റ് കിട്ടും. പക്ഷേ അതിൽ ഫ്ലിപ്കാർട്ട് SBI കാർഡും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് വേണം, വേറെ ഒന്നിനും ഓഫറില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഈ സാധനം ഈ റേഞ്ചിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിൽ വേറെ നല്ലൊരു ക്യാമറ ഫോൺ എന്ന് പറയാനുള്ളത് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2026. എന്ന് വെച്ചാൽ പണ്ടത്തെ കഴിഞ്ഞ കൊല്ലത്തേക്ക് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും, Xiaomi 15 ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 60,000 രൂപയ്ക്ക് ഇറങ്ങിയതായിരുന്നു അത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മോട്ടറോളയുടെ സിഗ്നേച്ചറിന് പറയാം. അത് പക്ഷേ 55,000 രൂപ കാർഡ് ഡിസ്കൗണ്ട് വെച്ചിട്ട് കിട്ടും. പിന്നെ നമുക്ക് Vivo X200T ഉണ്ട്. അതിപ്പോൾ ഇൻട്രൊഡക്ടറി ഓഫറാണ്. എന്തായാലും 5,000 രൂപ എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. 5,000 രൂപ ഡിസ്കൗണ്ട് വരുന്നത്. അതെന്താ വെച്ചാൽ 60,000 രൂപയ്ക്ക് റേഞ്ച് വരാൻ പോകുന്നത്. കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ IQ13 ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രൈസ് കൂട്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, 20,000 രൂപയ്ക്ക് കൂടിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2026 ഒരു ബഡ്ജറ്റ് ഫോണിന് സാധനം ഭയങ്കര ഷോക്കായിരിക്കും. ബഡ്ജറ്റ് അല്ല, 50,000 രൂപയ്ക്ക് തന്നെ പോലും നല്ലൊരു ഫോൺ കിട്ടുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് S24 എടുക്കുക. നിങ്ങൾക്ക് സാംസങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ One UI 8 വന്നിട്ടുണ്ട്. സാംസങ്ങിൻ്റെ UI എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ S23 സീരീസുകളിൽ പോലെ S24 സീരീസ് തൊട്ട് ഗ്രീൻലാൻഡ് ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല. ഇപ്പോൾ എൻ്റെ S24 അൾട്രയാണ്. S24 വന്നിട്ടില്ല, ഇതുവരെ റിപ്പോർട്ട് ആയിട്ടില്ല. S25 റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പരിപാടി കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അതായത് ആ 23 വരെയുള്ള പാനലിലായിരുന്നു ആ പ്രശ്നം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന് ശേഷം പിന്നെ കുറേ കാലം S24 ഇറങ്ങിയിട്ടും
ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് S24. പിന്നെ S24FE കിട്ടും, അത് ഒരു 40 റേഞ്ചിൽ കിട്ടും, 40-35 ആ റേഞ്ചിലൊക്കെ കിട്ടും നമുക്ക്. അതായാലും വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണല്ലോ S24 എന്ന് പറയുന്നത്, അത് നിങ്ങൾക്കൊരു 45 രൂപ കിട്ടുകയാണെങ്കിൽ വലിയ മോശമൊന്നുമില്ല എന്ന് പറയാം. പക്ഷേ എടുക്കുമ്പോൾ ഇപ്പോൾ 256 GB എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്, ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം, ബൈ.